ഈ हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव, आई एम महादेव। तो दोस्तों, आज हम देखने वाले हैं वडाकुनोकी यंत्रम फिल्म को, जो कि 1989 में रिलीज़ हुई थी। इस फिल्म में लीड रोल में है श्रीनिवासन एंड पार्वती। और दोस्तों, इस फिल्म को डायरेक्ट किया है श्रीनिवासन ने और उन्होंने इस फिल्म को लिखा भी है। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले, लेट्स सी वडाकुनोकी यंत्रम। लेट्स वॉच। अकेले सो रहे बेड में। शक्ल देकर अपनी चले कील निकाल रहा। चलेगा സൈക്കാട്രിസ്റ്റ് ലെറ്റർ സൈക്കാട്രിസ്റ്റ് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി വാരികയിൽ എഴുതൂ. वुमेन साइकोलॉजी के बारे में। अच्छा, इसके फियांसे भी है। എനിക്ക് അർഹതയില്ലാത്തൊരു കുട്ടിയെയാണോ ഞാൻ കണ്ടുപോകുന്നത് എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുകയാണ് സർ. ആദ്യമായി ഞാൻ ഡോക്ടറോട് ഒരു നഗ്ന സത്യം തുറന്നു പറയട്ടെ, ഞാനൊരു സുന്ദരനേ അല്ല. अच्छा सर, ऐसा लगता है कि ये सुंदर नहीं है, वो सुंदर है इसकी फैंस। മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ. അവളുടെ ഹൃദയത്തിലൊരു കള്ളുകുടിയും പുകവലിയുമില്ലാത്തവൻ, സമ്പാദ്യശീലമുള്ളവൻ എൻ്റെ ഈ ഞാൻ കാണുന്നില്ല. इसे लगता है कि ये उसके लायक नहीं है। സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ്? सुंदर कैसे ഞാൻ ഇതുവരെ ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. क्रीम नहीं लगाता कभी। എല്ലാ ചോദ്യങ്ങൾക്കും വാരികയിലൂടെ വിശദമായൊരു മറുപടി തന്ന് ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റ. എന്നാ എഴുന്നേറ്റ് വാ. ചന്തുവമ്മ വന്നിട്ട് മണിക്കൂർ 2 ആയി. എഴുന്നേറ്റ് വാടാ. इसे लगता है कि ये दिखने में अच्छा नहीं है, और इसकी वाइफ, होने वाली वाइफ बहुत ज़्यादा खूबसूरत है। और ये शराब नहीं पीता, सिगरेट नहीं पीता, इसलिए उन्होंने अपनी बेटी इसे दे रहे हैं। और इससे शादी इन वजह से हो रही है, ऐसा लगता है उसे। ഒന്നും നടക്കില്ല. ചേട്ടൻ തന്നെ ക്ഷണിക്കാൻ തുടങ്ങിക്കോളൂ. ടൗണിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മാവ, ഈ നാട്ടിലുള്ള ഒരാൾ മൂക്ക് മുട്ട തിന്ന് ഏമ്പക്കം വിട്ട് സദ്യക്ക് കുറ്റം പറയാൻ കുറച്ചു പേരെ ക്ഷണിച്ചാ മതി. അത് പോരാ. നീ ഞങ്ങള് പറയുന്ന അങ്ങ് അനുസരിച്ചാ. പന്തലിനുള്ള ആളുകളെയൊക്കെ ഏർപ്പാടാക്കണം. മൈക്ക് സെറ്റും പാട്ടും വേണം. മൈക്ക് സെറ്റും പാട്ടും എന്തിനാ? ഭിക്ഷക്കാരെ അറിയിക്കാനോ? അല്ല, വേണ്ട, പിന്നെ വരട്ടെ. ഇപ്പൊ ജോലി ശ്രദ്ധിക്കട്ടെ. എന്നാലും ഭാര്യ ചേട്ടന്റെ കല്യാണത്തിന് വരില്ല എന്ന് വെച്ചാല് എന്താ? ആ, കത്തിൽ എന്റെ പേര് വെച്ചിട്ടുണ്ടല്ലോ. തളത്തിൽ ചന്തു നായരുടെ അനന്തരവനുമായ ദിനേശന്റെ വിവാഹം. അത് വെച്ച് नाने से पहले बाल बना। कौन इसकी बहन है? തോർത്ത് സോപ്പൊന്നും വേണ്ടേ?
സത്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. എന്തിനാ ഇത്ര വെപ്രാളം പരിവശമൊക്കെ? ये दोनों उस वाली फिल्म में भी थे, कल वाली में ना, संदेश में ചേട്ടൻ അറിയാമല്ലോ. ये उसकी पार्टी का वो था लीडर, നല്ലപോലെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം. और ये उसकी माँ थी ना, उस कल वाली में भी इसकी माँ चली गई लीडर, इसकी बहन ना, हाँ अच्छा इसकी बहन थी बनी उसमें। उसने पढ़ लिया लेटर, उसने पढ़ लिया। ए भगवान, किसको देख रहा हूँ? ഫയൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടല്ലോ. GACD 17/89 ഡേറ്റ് 12/189. അത് അറിയരുത്. എൻസും മീൻസും സൗത്ത് പോൾ നോർത്ത് പോൾ. പോട്ടെ, ഒരുപാട് ടൈപ്പ് ചെയ്യാണ്ട്. ശരി. ദിവസമായി ഞാനിത് കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ബാച്ചിലേഴ്സ് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഈ ഏറിയ താമസമുണ്ട്. കുറച്ച് സദാചാര ബോധമൊക്കെ വേണം. ഇയാൾ എന്തോ പുറമ്പ് ഈ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് വരട്ടെ. इससे लग रहा है ये उस लड़की को छेड़ रहे थे, उसे परेशान कर रहे थे। अच्छा लेटर डाल रहा वो। अच्छा ये इसका ऑफिस, इनविटेशन कार्ड हो തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ 5 മണിക്ക് തന്നെ വന്ന് ഇതിന്റെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. 2000 കോപ്പി അടിച്ചു. चंदू പ്രൂഫ് നോക്കി തന്നത് 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു. 2000 कॉपी छाप दी। 2000 कॉपी में छापे करेक्शन അടിച്ചു വെച്ചിരിക്കുന്നു. ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുക. സാറിന്റെ പത്രം ഈ പ്രസ്സിൽ അടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ. വേറെ ഏതെങ്കിലും സമ്മതിച്ചു നോക്കെ. സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ. അത് സാർ മുതലെടുക്കരുത്. സാറെന്താ ഇന്നലെ 8 മണിക്ക് വരാതിരുന്നത്? വാർത്ത എഴുതിയില്ലേ? ആ പ്രശ്നം അതിനല്ലേ സാറിന് മുമ്പൊരിക്കൽ തല്ല് കിട്ടിയത്? അത് ചാക്കോ ഡോക്ടറെ പ്രശ്നം. വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ട് കുടിച്ചു. നിങ്ങൾക്ക് ഓരോ ദിവസവും കുടിക്കാൻ കാശുമുണ്ട്, കാരണമുണ്ട്. ഇവിടെ എന്നെ പറ്റി വല്ല വിചാരമുണ്ടോ സാറിന്? ദിനേശ, നിന്നെ നവദമ്പതികളെ, ഇണക്കുരുവികളെ, ഈ സമ്മോഹന വേള अच्छा इसके लिए लिखा है उसने, കുപ്പിച്ചില്ലുകളും കണ്ടേക്കാം. जब पहली रात को बोले गए अपनी वाइफ से। മുന്നേറുക ഇണക്കുരുവികളെ, സാന്ധ്യ സിന്ദൂര खुश करने के ചാലിച്ചെഴുതിയ കവിത പോലെ നിങ്ങളുടെ ജീവിതം ഒരു നൂറ്റാണ്ട് കാലം ജ്വലിച്ചു. साड़ी का इधर आया। ये है कौन? इसका दोस्त है ये? पता नहीं क्या है। खुद भी ट्राई कर रहा है। ओ हाथ कहाँ पर है उसका? अच्छा ये इसके वाइफ, ये इसकी वाइफ। हाथ कहाँ पर है उसका? माया ओ ये शादी है। तालमे कियो प्रिय मानसं मयूरं पीलिलीर्तियो അല്ല, ഇപ്പോഴത്തെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരു പരിസ്ഥിതിയാണ്.
കാര്യം ആകെ പെശക. കഴിഞ്ഞ ദിവസം എന്നെ ഇരുത്തിയാ മതി. ആ അങ്ങനെ തലക്കുളം സാറേ, इसका ऑफिस में काम करता है ना, इसलिए क्लोज है इसके दोस्त की तरह। कहाँ ले जा रहा उसे? खेतों में। डॉक्टर ने क्या किया? अच्छा, ഒരു മറുപടിയും വന്നില്ല. रिस्पॉन्स नहीं दिया। എന്റെ മനസ്സ് കിടന്ന് പെടുകയാണ് സർ. ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണി. डरा हुआ है। ആദ്യ രാത്രി കലക്കാം. സർ, വായിച്ച് പഠിക്കാനൊന്നും ഇനി സമയമില്ല. वो पढ़ने के लिए बोला എന്ന് कुछ। പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാണ്. उसने कितने പോട്ടെ, സാറിന്റെ ആദ്യ രാത്രി എങ്ങനെയായിരുന്നു? അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ. പുതിയ ടൈപ്പ് എന്ന് വെച്ചാ? ഞാൻ ചില ടെക്നിക്കുകൾ പറയാം. കിടമുറി എങ്ങനെയാ? പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. അത് വേണം. फूल ले जाएगा। വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. ജനലിലൂടെ വിദൂരത കിട്ടില്ല, അപ്പുറത്ത് മതിലാണ്. അപ്പൊ മതിൽമ നോക്കിയാൽ മതി. എന്തായാലും ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും. നീ തിരിഞ്ഞു നോക്കാതെ പറയണം, വരൂ കുട്ടി. കളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം. അത്ര പെട്ടെന്ന് സ്പർശനം വേണം? അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ മതി. ടീം ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു. കുട്ടി സുന്ദരി ആയതുകൊണ്ടാണ് ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നത്. പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ गाना गाएगा। ഏതാ പാടണ്ടേ? ഏതെങ്കിലും ഒരെണ്ണം പാട്. ഒരു നല്ല പാട്ട് പാടല്ലേ? ആ ഇതാ നൂതനം ദൂർവിധി വീണ്ടും. ചിത്രകാരനാണ്, കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല. रात ശോഭെ, प्रैक्टिस कर रहा। അമ്മയും തങ്കമണിയൊക്കെ കേട്ടാ മോശല്ലേ? അല്ലേ ശോഭെ? आ गई वो। उसकी हालत खराब हो गई। വരൂ ശോഭെ, നിർണായകമായ നമ്മുടെ ആദ്യ രാത്രിയിലെ അമ്മ. നീ ഇത് ആരോടാ ഈ സംസാരിക്കുന്നേ? എടാ, പന്തലുകാരന് കാശ് കൊടുത്തു വിടും. रुपए देने के लिए बोल रही। पत्नी कहाँ है उसकी बीवी? घर पे तो होना चाहिए था उसकी बीवी। कहाँ है वो? നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. अभी उस रूम में नहीं आई ना। ഞാൻ കുറച്ച് തിരക്കിലാട്ടോ, പിന്നെ സംസാരിക്കും. फिर खड़ा हो गया। फिर से करके प्रैक्टिस। അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ശോഭ കൊടുത്തിരുന്ന आ गई वो। हाँ। അത് ഞാനായിരുന്നില്ലേ? ശോഭയുടെ ദിനേശ് ചേട്ടനായിരുന്നില്ലേ? എന്തൊന്നും ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കുകയായിരുന്നു. പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത്. क्या निकाल रहा जेब्स? अब निकाल रहा फ्लावर, वही वाला। आए? फिर जितने में रख दिया। പിന്നെ പാലിന്റെ കാര്യം എന്തായി? दूध का है अबे। എല്ലാവരും ഉറങ്ങിക്കാണും. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടി. എന്ത് പേടിക്കാനല്ലേ? तहस नहस हो रहा है पूरा।
फूलदान में उजार के എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? ഏ നിന്റെ പഠിത്തം उसकी वाइफ कहाँ है बैंक उससे शायद पूछना चाह रहा है ഇങ്ങോട്ട് നോക്കിയേ. ശോഭയോട് നീ നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണം. रिस्पेक्ट से बात करना वाले से എന്താ ചിരിക്കുന്നേ? പിന്നെ വേറൊരു കാര്യം, അടുക്കളപ്പണി എനിക്ക് തീരെ രസിക്കാത്തത്. ഇനിയിപ്പോ ആ കുട്ടി പണി എടുക്കാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കണ്ട. അതാണ് സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം. അടുക്കള ഭയങ്കര യുദ്ധത്തില. ആഹാ, അപ്പൊ അടുക്കളയിൽ ഉണ്ടല്ലേ? चल किचन में പിന്നെ ചായ വേണോ? വേണ്ട. അല്ല, ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളൊക്കെ എത്ര ബാക്കിയുണ്ടെന്ന് അടുക്കളയിലൊന്നും. നിങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതിയോ? അതൊക്കെ പിന്നെ എഴുതാലോ. ആഹാ, പിന്നെയോ? ഇപ്പൊ എഴുതണം. എന്നിട്ട് ആ നോട്ട് പുസ്തകം എന്റെ താ. उससे मैंने जा रहा था आ रहा हूँ तो वो सोच रहा किचन में सुनिंदे आएंगे उसकी मम्मी आ जाएगी तब तक आया करो मुझे ശോഭേ, കാലത്ത് ഒരുപാട് നേരത്തെ फिर जाएगी उसकी मम्मी മര്യാദക്ക് പോകുന്നതാ നിനക്ക് നല്ലത്. അതെ അതെ, അതാ നല്ല. എന്നാലും ഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കയറി വന്നത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടില്ലേ? വാതില് ചാരാൻ മറന്നു. എഴുന്നേറ്റ് തമ്മിൽ ഒരു വാക്കും മിണ്ടാൻ പറ്റില്ലാന്നേ. അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം. സത്യം പറഞ്ഞാൽ പ്രസിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാനിപ്പോഴൊന്ന് അങ്ങോട്ട് പോയാലോ? ചെല്ലടോ, സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ എന്തിനാ അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം. അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ? എന്നിട്ട് എവിടെങ്കിലും പോയി किडनैप करने का वो അപ്പൊ दे रहा हूँ സുഖമായിട്ട് കാണാലോ. वो उससे बात करना चाहता है लेकिन उसकी मम्मी घूम रही घर में घुस गए अंदर चुपचाप चला गया ആരാ ഈ കഥ തുറന്നിട്ടത്? ശോഭേ, अलमारी में छुप गया अबे ആഹാ, कुंडी लगा देगी वो शायद क्यों बंद करता अलमारी को ഈശ്വരാ, വല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ? जैसा कोई चोर घुसा है ശോഭേ, वो लॉक कर देगी വളയും മാലയൊക്കെ ഉള്ളതല്ലേ? ओ അലമാരി नो പൂട്ടാതാണോ लॉक कर കുളിക്കാൻ दिया പോകുന്നത്? മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാലെന്താ? കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലെന്നോ ഇല്ല. उसने चाबी लगा दी चाबी यहाँ थी वो तो वहीं फंस गया अलमारी में धक्का मारा वो डर गई गिद्ध वाला